126 സങ്കീർത്തനം 4 വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവേ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. വെറുതെ മടക്കി വരുത്തണമേ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളെ മടക്കി വരുത്തണമേ. എന്താണ് തെക്കേ നാട്ടിലെ തോടുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇസ്രായേലിന്റെ തെക്കൻ ഭാഗത്തുള്ള മരുഭൂമിക്കകത്ത് ചില തോടുകളുണ്ട്. വെള്ളത്തിന്റെ ഒരംശം പോലും ഇല്ലാതെ വറ്റി വരണ്ടു കിടക്കുന്ന തോടുകൾ. മരുഭൂമിക്കകത്തായതുകൊണ്ട് തന്നെ അവ ഇനി എപ്പോഴെങ്കിലും വെള്ളത്താൽ നിറയും എന്ന് പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കുന്ന തോടുകളെയാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ തെക്കേ നാട്ടിലെ തോടുകൾ എന്ന് പറയുന്നത്. തെക്കേ നാട്ടിലെ തോടുകളെ പോലെ മടക്കി വരുത്തണമേ എന്ന് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ തോടുകൾക്ക് ഒരു പ്രതീക്ഷയും ഇല്ലെങ്കിൽ പോലും ചില സമയത്തുണ്ടാകുന്നതായ ചില അപ്രതീക്ഷിതമായ മടങ്ങിവരവുകളുണ്ട്. ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ തോടുകളെല്ലാം തന്നെ വെള്ളത്താൽ നിറയുവാനാണ് ദൈവത്താൽ ആക്കി വച്ചിരിക്കുന്നത്. എന്നാൽ ഒരു സാഹചര്യവും ആ തോടുകൾക്ക് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു പോകുവാൻ കഴിയില്ല എന്നിരിക്കെ നോക്കി നിൽക്കുന്നവരുടെ കണ്ണുകളെ അതിശയിപ്പിക്കുമാറ് ചില പ്രത്യേക സമയത്ത് ഈ തോടുകളിൽ വെള്ളം നിറയാറുണ്ട്. മഴ പെയ്തിട്ടല്ല, അവിടെയുള്ളതായ അന്തരീക്ഷം മാറിയിട്ടല്ല, മറിച്ച് നിൽക്കുന്ന നിൽപ്പിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ തോടുകൾ നിറയുകയും ചുറ്റുമുള്ള പ്രദേശങ്ങളെ ചില മണിക്കൂറുകൾക്കോ ചില ദിവസങ്ങൾക്കോ വെള്ളപ്പൊക്കത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം ഈ ഭാഗത്ത് ഉണ്ടാകുമാറുണ്ട്. സങ്കീർത്തനക്കാരനോട് ചോദിച്ചാൽ സങ്കീർത്തനക്കാരൻ പറയും, ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു അവിടെ വെള്ളം വരുമെന്ന്, ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു ആ തോടുകൾ നിറയുമെന്ന്, ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു ആ പ്രദേശത്ത് ചെടികളും പൂക്കളും ഫലങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന്. പക്ഷെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, ഈ ഭാഗത്ത് എവിടെയോ പെയ്ത മഴ നിമിത്തം വെള്ളം വന്ന് നിറയുന്നതും ചെടികൾ വളരുന്നതും ദേശം ഫലഭൂയിഷ്ടമായി മാറുന്നതും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതം ഒരുപക്ഷെ ഇതുപോലെ ആയിരിക്കാം. ഒരു പ്രതീക്ഷയുമില്ല ഇനി നന്നാവുമെന്ന്, ഒരു പ്രതീക്ഷയുമില്ല മുന്നോട്ട് പോകുമെന്ന്, ഒരു പ്രതീക്ഷയുമില്ല പണ്ട് കണ്ട സ്വപ്നങ്ങൾ ഇനി എന്നെങ്കിലും നടക്കുമെന്ന്. പക്ഷേ ഈ ദൈവവചനം നിങ്ങളോട് ഇന്ന് പറയുന്നത് ഇതാണ്: തെക്കേ നാട്ടിലെ തോടുകളെ പോലെ നിങ്ങളുടെ ജീവിതത്തെ മടക്കി വരുത്തുവാൻ ദൈവത്തിന് കഴിയും. തെക്കേ നാട്ടിലെ തോടുകളിൽ എവിടെയോ പെയ്ത മഴ നിമിത്തം വെള്ളം നിറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ആരുടെയോ പ്രാർത്ഥന നിമിത്തം, ആരുടെയോ കണ്ണുനീര് നിമിത്തം, ആരിലൂടെയോ നിങ്ങൾ കേട്ടതായ ഒരു പ്രവചന ശബ്ദം നിമിത്തം, ഏതോ ഒരു കാലഘട്ടത്തിൽ ദൈവം നിങ്ങളെ നോക്കി പറഞ്ഞതായ വാഗ്ദത്തങ്ങൾ നിമിത്തം നിങ്ങളുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു. അതിനായി കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ, ആമീൻ.